നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ സ്പൈഡർമാൻ ലവേഴ്സ്? ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വല ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിതുപോലെ നീളത്തിൽ വരച്ച് വെട്ടിയെടുക്കുകയാണ്. ഏകദേശം ഒരു 12 എണ്ണമാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ് ഈ എട്ടുകാലി. എനിക്ക് മാത്രമല്ല, എൻ്റെ തറവാട്ടിലൊരുവിധം ആർക്കും എട്ടുകാലിനെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, പേടിയാണ്, ഒരു തരം അറപ്പാണ്. എൻ്റെ വീട്ടിൽ എട്ടുകാലിയെ പേടിയില്ലാത്തത് അമ്മ മാത്രമാണ്. എൻ്റെ അച്ഛനും ചാച്ചനും വല്യച്ഛനും അവരുടെ മക്കൾക്കും അമ്മായിക്കും എല്ലാവർക്കും ഈ എട്ടുകാലിയോട് വല്ലാത്തൊരു അനിഷ്ടമാണ്. അങ്ങനെയുള്ള ഞാനാണ് എൻ്റെ മോന് വേണ്ടി ഈ വല നെയ്യാൻ പോകുന്നത്. ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി ഇത്ര എഫേർട്ട് ഇടേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ എൻ്റെ മകന് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അവൻ്റെ ആ മുഖമാണ് എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ എന്തെങ്കിലും ചെയ്തു കൊടുത്താലോ അവൻ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് താങ്ക് യു അമ്മ എന്ന് പറയും. ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തരും. നീളത്തിലുള്ളത് വെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ കർവാക്കിയിട്ടാണ് അടുത്തത് വെട്ടിയെടുക്കാനുള്ളത്. ഒരേ സൈസിലുള്ള 12 എണ്ണം വേണം. ആദ്യം കുറച്ച് ചെറുത്ത്, പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത്, പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത്, അങ്ങനെ. സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ വാങ്ങി വെച്ചിരുന്നു. അത് കണ്ടപ്പോഴേ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ നീളത്തിൽ മുറിച്ച പേപ്പർ ഇതുപോലെ പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുക. നടുക്ക് കുറച്ച് സ്ഥലം വിടണേ. എന്നിട്ട് ബാക്കിയുള്ള പേപ്പർ ഇതുപോലെ ബാക്കി 2 എണ്ണം ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പിൽ ഇങ്ങനെ വയ്ക്കുക. ഏകദേശം ഒരു 30 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ. ആദ്യ ഭാഗങ്ങളൊക്കെ ഞാൻ രാത്രിയാണ് ചെയ്തത്. പിന്നെ 2 ദിവസം മോന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനും കൂടി കണ്ടു. സർപ്രൈസൊക്കെ പൊളിഞ്ഞു. എന്നാൽ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. വീഡിയോ എടുക്കാനൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. നേരത്തെയുള്ള വീഡിയോ അവനാണ് എനിക്ക് എടുത്തു തന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറച്ച് സജഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആൾ പിന്നെ അങ്ങനെ വലിയ കുഴപ്പക്കാരനല്ല. നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. പിന്നെ അവന് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് അവനെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നീളത്തിലുള്ള പീസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഓരോ കർവായിട്ട് വെട്ടിയത് ഓരോ ചെറിയ ഭാഗം ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ അതിനേക്കാൾ കുറച്ച് വലുത് അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് ഒട്ടിച്ച് ഇങ്ങനെയാണ് കിട്ടുക. എവിടെയെങ്കിലും ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി കൂടിപ്പോയിട്ടുള്ളതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാം. ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഇത് ഇത്രയ്ക്ക് ഇങ്ങനെയാവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഏകദേശം ഒരു 8 കാലിയുടെ വല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. മോനും നല്ല ഇഷ്ടമായി. ഞാൻ വൈറ്റ് ചാർട്ട് എടുക്കാൻ തന്നെ കാരണം എൻ്റെ അടുത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബ്ലാക്ക് ക്ലോത്താണ് ഉണ്ടായിരുന്നത്. ഇത് വിരിച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ വല കൂടി ഒന്ന് വിരിച്ചിട്ട് കൊടുത്തപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മോൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അവൻ്റെ ചിരി. അത് കാണാനാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഭയങ്കര സന്തോഷമായിരുന്നു അവന്. ഈ ഫോട്ടോസ് നമ്മൾ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിരുന്നു കേട്ടോ.